തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം പോലീസ് ഭീഷണിയാണെന്ന ബിജെപി ആരോപണത്തെ തള്ളി തമ്പാനൂർ പോലീസ്. നിക്ഷേപകർക്ക് പണം നൽകാമെന്ന ഉറപ്പ് പരാതിയുമായി സ്റ്റേഷനിലെത്തിയയാൾക്ക് അനിൽ നൽകിയിരുന്നുവെന്നും അതിനുശേഷം അനിലുമായി സംസാരിച്ചിട്ട് പോലുമില്ലെന്നും തമ്പാനൂർ പോലീസ് വ്യക്തമാക്കി. പോലീസ് ഭീഷണിപ്പെടുത്തിയതിന് തെളിവുണ്ടെന്ന് പറഞ്ഞ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് തിരുമല അനിലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. നിക്ഷേപകരിൽ പലരും പണം ആവശ്യപ്പെട്ട് അനിലിനെ സമീപിച്ചു. പണം നിക്ഷേപിച്ച വ്യക്തികളിൽ ഒരാളുടെ ബന്ധു ഓഫീസിലെത്തി പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് സൊസൈറ്റിയിലെ ഭാരവാഹികൾ തന്നെയാണ് തങ്ങളെ വിവരം അറിയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അനിലിനെയും പരാതിക്കാരെയും വിളിച്ചു വരുത്തിയപ്പോൾ ഉടൻ പണം നൽകാമെന്ന് ഉറപ്പു നൽകിയാണ് അനിൽ മടങ്ങിയത്. ഈ സംഭവം 1 മാസത്തിനു മുൻപാണ്. അതിനുശേഷം സൊസൈറ്റിയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അനിലുമായി സംസാരിക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അനിലിനെ ബിജെപി സംരക്ഷിച്ചിട്ടില്ല എന്നത് നുണപ്രചാരണമാണെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. അദ്ദേഹത്തിനെ ഇന്റിമിഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. ആ വിഷയം പാർട്ടി കൃത്യമായി അതിന് നടപടി എടുക്കും. നിങ്ങൾ പറഞ്ഞു അത് ആത്മഹത്യക്കുറിപ്പിൽ അങ്ങനെയാണ് പറയുന്നത്. അത് നിങ്ങൾ കണ്ടുപിടിക്കും. ആദ്യം വേണ്ടാത്ത കാര്യങ്ങളൊന്നും അങ്ങനെ പറയരുത്. എവിടുന്ന് വായിച്ചു നിങ്ങൾ? സംസാരിക്കില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് നാളെ ബിജെപി മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ഓഫീസിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് അനിലിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. തിരുവനന്തപുരം ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. അനിലിന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. അനിലിന്റെ ബന്ധുക്കളിൽ നിന്ന് ഉടൻ വിശദമായി വിവരങ്ങൾ രേഖപ്പെടുത്തും. സൊസൈറ്റിയിലെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധിക്കാനാണ് തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.